ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ ജനീവയിൽ ആദ്യഘട്ടം കഴിഞ്ഞു. പക്ഷേ കാര്യങ്ങൾ അത്ര സുഗമമായല്ല പുരോഗമിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. കാര്യങ്ങൾ മറ്റൊന്നുമല്ല, ഇറാൻ പ്രതിനിധികൾ അമേരിക്കൻ പ്രതിനിധികൾക്ക് കൈകൊടുക്കാൻ സന്നദ്ധരായില്ല. അതിൻ്റെ കാരണം ട്രംപിൻ്റെ വീണ്ടുമുള്ള പ്രകോപനപരമായ പ്രസ്താവനകളാണ്. ഹോർമുസ് ഉടൻ തുറക്കണം, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും. ഹിസ്ബുള്ള ബന്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും. ഇതിന് ശക്തമായ ഭാഷയിൽ ഇറാൻ മറുപടി നൽകുകയും ചെയ്തു. ഇതിനിടയിൽ ഇസ്രായേലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ പുറത്തു വന്നു. അല്ലാതെ തന്നെ വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു, അതറിയാം. പുതിയ സർവേയിൽ യുദ്ധം ജയിച്ചത് ഇറാനാണ് എന്നാണ് 92% ഇസ്രായേലികളും വിശ്വസിക്കുന്നത്. ട്രംപിനെതിരെയും കടുത്ത വിമർശനമുണ്ട് സർവേയിൽ. ഇതടക്കം നിരവധി വാർത്തകളുടെ വിശദാംശങ്ങളുണ്ട് ഈ ബുള്ളറ്റിനിൽ. ആദ്യം തലക്കെട്ടുകൾ. സമാധാന ചർച്ചകളിൽ കരുനിഴൽ വീഴ്ത്തി ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ഉടനടി ആക്രമണം. ഹിസ്ബുള്ളയെ പിന്തുണച്ചാൽ തിരിച്ചടി. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ട്രംപിനോട് ഇറാൻ. ഖത്തറിൽ US മരവിപ്പിച്ച $6 ബില്യൺ ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകാൻ ധാരണയായതായി ഇറാൻ പ്രസിഡന്റ്. പ്രാഥമിക കരാറിലെ വ്യവസ്ഥകൾ ഇറാന് അനുകൂലമെന്നും മസൂദ് പെസഷ്കിയാൻ. ബെഞ്ചമിൻ നെതന്യാഹുവിന് പരിഹാസം. തുടർ ചർച്ചകൾക്ക് ഉന്നതതല സമിതി രൂപീകരിക്കാൻ തീരുമാനം. ഇസ്രായേൽ നെതന്യാഹുവിന് വൻ തിരിച്ചടി. യുദ്ധം തോറ്റെന്ന് 92% ഇസ്രായേലികളും. ജനവികാരം നിഴലിക്കുന്ന സർവേയുമായി ഇസ്രായേൽ യൂണിവേഴ്സിറ്റി. യുദ്ധം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് വിശ്വസിക്കുന്നത് വെറും 2.5% ആളുകൾ മാത്രം. ട്രംപിനും വൻ വിമർശനം. ബ്രിട്ടനെ നടുക്കി പാക് ഗ്രൂമിംഗ് ഗ്യാങ്. 2.5 ലക്ഷത്തോളം പെൺകുട്ടികൾ പീഡനത്തിന് ഇരകൾ. പെൺകുട്ടികളെയും സ്ത്രീകളെയും വശീകരിച്ച് ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഘങ്ങൾ സജീവം. കുറ്റവാളികളിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് എം പിയായ റൂബർട്ട് ലോവ് നടത്തിയ സർവേയിൽ. ഇന്ത്യക്കെതിരായ പരസ്യ യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി. ഭീഷണി സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള തീരുമാനം തുടരുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ തെളിവ് ലഭിച്ചാൽ സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഖ്വാജ അസീഫ്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മുൻ സർക്കാരിനെയും ബഹിരാഷ്ട്ര കമ്പനികൾ സമീപിച്ചു. നികുതി ഘടനയിൽ തീരുമാനമാകാത്തതിനാൽ ഉൽപ്പാദനം തുടങ്ങിയില്ല. ഈ സർക്കാർ നികുതി ഇളവ് ഏർപ്പെടുത്തിയത് ബക്കാഡി ഇന്ത്യ ലിമിറ്റഡിന് വേണ്ടിയെന്ന് പ്രതിപക്ഷം. എക്സൈസ് വകുപ്പ് അറിയാതെ എടുത്ത തീരുമാനത്തിൽ കോൺഗ്രസിലും ശക്തമായ എതിർപ്പ്. മുഖ്യമന്ത്രിയെ നേരിട്ടു കണ്ട് അതൃപ്തി അറിയിക്കാൻ എക്സൈസ് മന്ത്രി. സംസ്ഥാനം ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിപക്ഷം. പകർച്ചപ്പനി വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം. PM ശ്രീക്ക് അനുകൂല നിലപാടെടുക്കാൻ ലീഗിന് കഴിയില്ലെന്ന് ഫാത്തിമ തഹലിയ MLA. ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. അമ്മയിൽ ഗുരുതര ആരോപണങ്ങളുമായി താരങ്ങൾ നേർക്കുനേർ. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ രാജി പ്രഖ്യാപനം നടത്തി ലക്ഷ്മിപ്രിയ. ശ്വേതാ മേനോൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കു സാധ്യത. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്ന് ലഭിച്ചത് കാണാതായ സിജോസ് കറിയയുടെ മൃതദേഹമെന്ന് സംശയിച്ച കുടുംബം. ജോസിന്റെ ദുരധാനത്തിന് 7 വർഷം മുൻപ് പരാതി നൽകിയിട്ടും നടപടിയില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. BJPയെ വെട്ടിലാക്കി അയോധ്യ. നടന്നത് 1200 കോടിയുടെ കൊള്ള. ക്രമക്കേടുകളേറെയും മഹാകുംഭമേള കാലത്ത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യ വിട്ടു പോകരുതെന്ന് SIT. തമിഴ്നാട്ടിൽ ഒന്നിക്കാൻ ദ്രാവിഡ പാർട്ടികൾ. ലക്ഷ്യം TVKയുടെ സ്വാധീനം തടയൽ. ഇരു പാർട്ടികളും ഒരേ ദ്രാവിഡ പ്രത്യയശാസ്ത്രം പങ്കിടുന്നവരെന്ന് വിശദീകരണം. CPM-ഉം CPI-യും മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കാൻ നീക്കം. ശിവസേന ഉദ്ധവ് പക്ഷത്ത് പിളർപ്പ് പൂർണ്ണം. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നതായി 6 വിമത MP-മാർ. ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകും.
ദൗത്യം വിജയിച്ചതായി ദേവേന്ദ്ര ഫട്നാവിസ്. ലോകകപ്പിൽ വീണ്ടും കേപ്പ് വെർഡെയുടെ വിസ്മയം. ഉറുഗ്വായ്ക്കെതിരെ 2 ഗോൾ അടിച്ച് സമനില. സൗദിയെ മറുപടിയില്ലാത്ത 4 ഗോളിന് തകർത്ത സ്പെയിൻ. ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. ബെൽജിയം ഇറാൻ പോരാട്ടം സമനിലയിൽ. 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും. ഒരു വശത്ത് സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടം അവസാനിച്ചു. മറുവശത്താകട്ടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശൗര്യം തീരുന്നില്ല. കടുത്ത പ്രസ്താവനകളുമായി ട്രംപ് വീണ്ടും രംഗത്ത് വരികയാണ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ലെബനനിൽ ഹെസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ഇറാൻ മാറണം, ഇല്ലെങ്കിൽ അതിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ഭീഷണിയെ തുടർന്ന് ചർച്ചാവേദിയിൽ നിന്ന് ഇറാൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. 1.5 മണിക്കൂറോളം അവർ മാറി നിന്നു. അത് മാത്രമല്ല, പ്രതിനിധി സംഘങ്ങൾ അമേരിക്കയുമായി ഹസ്തദാനം നടത്താൻ ഇറാൻ സംഘം വിസമ്മതിക്കുകയും ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒപ്പം ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നു ട്രംപിനോട് പറയുന്നത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ്. അങ്ങനെ ചർച്ചകളുടെ ഒരു ഘട്ടം അവസാനിച്ചുവെങ്കിലും അതിൽ ചില പുരോഗതി ഉണ്ട് എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുവെങ്കിലും വാക്പോർ അവസാനിക്കുന്നില്ല. കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഈ ട്രംപിന്റെ ശൗര്യം അത് അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ നമുക്കറിയാം, ഇപ്പോൾ അടച്ചിട്ട വിധത്തിലാണ് ഹോർമുസ് കടലിടുക്കുള്ളത്. അത് ഉടൻ തുറക്കണമെന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കണം? ഒരു വശത്ത് ചർച്ച, മറുവശത്ത് ഇത്തരം വെല്ലുവിളികൾ. രഞ്ജിത്ത്, സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റൺ റിസോർട്ടിൽ ആയിരുന്നു എല്ലാ കണ്ണുകളും. ഇവിടെ US-ഉം അതോടൊപ്പം തന്നെ ഇറാന്റെയും പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ആദ്യ റൗണ്ട് ചർച്ചകൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രതികരണം വന്നത്. സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് വിവാദ പ്രസ്താവന നടത്തിയത്. ഹെസ്ബുള്ളയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ഇറാനെ ലക്ഷ്യം വെച്ചായിരുന്നു വിമർശനം. ഹെസ്ബുള്ളയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഹെസ്ബുള്ളയെ അടക്കമുള്ളവരെ സഹായിക്കുന്ന ഇറാൻ നിലപാട് തിരുത്തണമെന്നും, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ ആക്രമണം, അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതിനേക്കാൾ ശക്തമായ ആക്രമണം ഉണ്ടാകും എന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. ഇത് സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്തു. പക്ഷേ ചർച്ചകൾ പുരോഗമിച്ചു എങ്കിൽ കൂടിയും ട്രംപ് പറഞ്ഞ വാക്കുകൾക്ക് അതേ നാണയത്തിൽ തന്നെ ശക്തമായ മറുപടിയാണ് ഇറാനും നൽകിയത്. ഈ ചർച്ചകളിൽ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ തന്നെയാണ് ഇതിന് മറുപടി നൽകിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഒരു തരത്തിലുള്ള ഭീഷണികൾക്കും വഴങ്ങില്ല, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ചർച്ചകളെ അടക്കം ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രതികരണം. അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ഈ വാക്പോര് തുടർന്നു. ലെബനനിൽ ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുകയാണ്. തിരിച്ചും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ പ്രതികരണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നിശ്ചയിച്ച രീതിയിൽ തന്നെ സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ അവസാനിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകളാണ് അവസാനിച്ചത്. ഈ ചർച്ചകളിൽ കൃത്യമായ ഒരു റോഡ് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അന്ത്യം കുറിക്കാനുള്ള ഈ ചർച്ചകൾക്കിടയിൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇറാൻ പറയുന്നത്, ഖത്തറിൽ US മരവിപ്പിച്ച $6 ബില്യൺ ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകാൻ ധാരണയായി എന്നാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇത് സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ ഇറാൻ പ്രതിനിധി സംഘങ്ങളുടെ ചർച്ചയിൽ പ്രാഥമികമായ വിജയം തങ്ങൾക്കാണ്, വ്യവസ്ഥകൾ ഇറാന് അനുകൂലമാണ് എന്നാണ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന. അത് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരിഹസിച്ചുകൊണ്ട് ഇത്തരം ധാരണകൾ നെതന്യാഹുവിനെ അസ്വസ്ഥനാക്കിയിരിക്കുകയാണെന്നും പെസഷ്കിയാൻ പറയുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അമേരിക്കയുടെ പ്രധാന ആശങ്കയാണ് എങ്കിൽ പോലും ഇപ്പോൾ തങ്ങളുടെ വലിയ സ്വത്തുക്കൾ വിട്ടുകിട്ടും എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒന്നാണ്. കാർത്തിക്, അത് ഈ വ്യവസ്ഥകളുടെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. പക്ഷെ അതിൽ പ്രധാനമായും എതിർക്കുന്നത് ഇസ്രായേലാണ്. ഒപ്പം അമേരിക്കൻ ജനതയ്ക്ക് മാത്രം പഥ്യമല്ല, എന്തുകൊണ്ട് ഇറാൻ യുദ്ധത്തിൽ വിജയിച്ചു എന്നതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നതും ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇറാന് വിട്ടുകിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് തിരിച്ചടിയാണല്ലോ US-നെ സംബന്ധിച്ചിടത്തോളം. ഇറാനും അമേരിക്കയും തമ്മിൽ ഏർപ്പെട്ട
സമാധാന ധാരണാപത്രത്തിലെ 14 നിർദ്ദേശങ്ങളിൽ ഏറ്റവും സുപ്രധാനം സാമ്പത്തിക പുനരുജ്ജീവന പാക്കേജുമായി ബന്ധപ്പെട്ടാണ് $300 മില്യൺ ഇറാന് നൽകും എന്നാണ് ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒരു നിർദ്ദേശം. ഇതനുസരിച്ചുള്ള നടപടികൾ തുടങ്ങി എന്ന് വേണം വിലയിരുത്താൻ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. അതായത് $6 ബില്യൺ അത് ഖത്തറിൻ്റെ കൈവശം ഇറാൻ്റേതായ ആസ്തികൾ മരവിപ്പിച്ച $6 ബില്യൺ വിട്ടു നൽകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിട്ടു നൽകുക. അതായത് ഈ 60 ദിവസവും തുടർ ചർച്ചകൾ ഉണ്ടാകും. ആ തുടർ ചർച്ചകൾ പുരോഗമിക്കുകയും അതിലെ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാവും ഘട്ടം ഘട്ടമായി ഈ തുക വിട്ടു നൽകുക എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം മന്ത്രിസഭയെ അഭിസംബോധന ചെയ്യവേ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉചിതമായിരുന്നില്ല എന്ന സാഹചര്യം ബോധ്യപ്പെടുത്തി. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ 50% വരെയായിരുന്നു ഇറാൻ്റെ പണപ്പെരുപ്പം. മാത്രമല്ല വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി. അതുകൊണ്ട് തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെ നിലവിലെ സാഹചര്യങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇറാൻ്റെ പരമോന്നത നേതാവുമായി ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ സമിതിയുമായി ചർച്ച ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് യോഗത്തിൽ വിശദീകരിക്കവെയാണ് മസൂദ് പെസഷ്കിയാൻ ഇക്കാര്യവും സ്ഥിരീകരിച്ചത്. അതായത് $300 ബില്യൺ ഈ സാമ്പത്തിക പുനരുജ്ജീവന പാക്കേജായി ഇറാന് ലഭിക്കുക. അതിൽ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നൽകുക. അതിൽ ഈ MOU ഒപ്പിട്ടതിന് ശേഷം ഉടൻ തന്നെ ഖത്തറിൻ്റെ കൈവശമുള്ള ഇറാൻ്റെ മരവിപ്പിച്ച ആസ്തിയായ $6 ബില്യൺ വിട്ടു നൽകും എന്ന് ഇറാൻ പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുന്നു. ഇത് ഘട്ടം ഘട്ടമായി വിട്ടു നൽകും എന്നാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അതിനിടയിൽ ഇറാൻ US പ്രാഥമിക സമാധാന കരാറിൽ തുടർ ചർച്ചകൾക്ക് ഉന്നതതല സമിതി രൂപീകരിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഖത്തർ, പാകിസ്ഥാൻ എന്നിവരുടെ മധ്യസ്ഥതയിൽ ഇറാൻ US പ്രതിനിധി സംഘം സ്വിറ്റ്സർലൻഡിൽ നടത്തിയ ചർച്ചകളിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. കാർത്തിക്, രണ്ടാം ഘട്ട ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇന്നലത്തെ ചർച്ചകളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സ്വത്തുക്കൾ വിട്ടുകിട്ടും ഖത്തറിൽ നിന്ന് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല. അതിനിടയിലാണ് ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളും ഇറാന്റെ മറുപടികളും. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട ചർച്ചകൾ ഒരു അന്തിമമാക്കാനുള്ള ചർച്ചകൾക്കുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ആദ്യ റൗണ്ട് ചർച്ചകൾ അവസാനിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകളുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖത്തറിൻ്റെ ഒരു വാർത്താക്കുറിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ ആദ്യ റൗണ്ട് ചർച്ചകളിലെ സുപ്രധാനമായ തീരുമാനം തുടർന്നുള്ള 60 ദിവസങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു ഉന്നതതല സമിതിയെ രൂപീകരിക്കാനുള്ള ധാരണയിൽ ഈ ആദ്യ റൗണ്ട് ചർച്ചകളിൽ US ഇറാൻ പ്രതിനിധി സംഘങ്ങൾ എത്തിച്ചേർന്നു. അതായത് ഉന്നതതല സമിതി രൂപീകരിക്കുകയും ഈ തീരുമാനങ്ങളിൽ ഒരു രാഷ്ട്രീയ മേൽനോട്ടം വഹിക്കുന്നത് ഈ സമിതിയുമായിരിക്കും. ഇറാൻ്റെയും US-ൻ്റെയും പ്രതിനിധികൾ ഈ ഹൈ ലെവൽ കമ്മിറ്റിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്യും. വരുന്ന 60 ദിവസം ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ റോഡ് മാപ്പ് കൂടി ഈ ചർച്ചകളിൽ തയ്യാറായിട്ടുണ്ട്. ഇതാണ് സുപ്രധാനമായ 2 തീരുമാനങ്ങൾ. അതായത് ഹൈ ലെവൽ കമ്മിറ്റിയും അടുത്ത 60 ദിവസത്തേക്കുള്ള ചർച്ചകൾ എങ്ങനെ വേണം എന്നുള്ളൊരു ദിശാസൂചിയും. മറ്റൊന്ന്, ഇറാൻ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് സാമ്പത്തിക ഉപരോധങ്ങളും അതോടൊപ്പം തന്നെ എണ്ണ കയറ്റുമതിയിലടക്കം ഇറാൻ ഉണ്ടായിരുന്ന ഉപരോധങ്ങളുടെ കാര്യത്തിലും പ്രാഥമിക ചർച്ചകൾ നടന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ നാഷണൽ ഓയിൽ കമ്പനിയുടെ പ്രതിനിധിയും ഈ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു. നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ പ്രതിനിധിയാണ് പങ്കെടുത്തത്. നിലവിൽ എണ്ണ കയറ്റുമതിക്കടക്കം US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നു എന്ന തീരുമാനം കൂടി വന്നിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല ചില കണക്കുകൾ കൂടി ഇരുവിഭാഗം തമ്മിൽ നടന്ന ചർച്ചകളിൽ നടന്നു. അതായത് ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി തുറന്നുവെങ്കിൽ കൂടിയും മൈനുകൾ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ പുരോഗതിയില്ല. നിലവിലും US സൈന്യത്തിൻ്റെ പിന്തുണയോടെ അവരുടെ നാവികസേനയുടെ സഹായത്തോടു കൂടിയാണ് കപ്പലുകൾ കടന്നു പോകുന്നത്.
അമേരിക്ക പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം 67 കപ്പലുകൾ കടന്നുപോയെന്നും അതിൻ്റെ മുൻപത്തെ ദിവസം 55 കപ്പലുകൾ കടന്നുപോയി എന്നും റിപ്പോർട്ടുകൾ അവർ US പ്രതിനിധികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഇറാൻ കാര്യമായ നടപടികൾ ഈ ഘട്ടം വരെയും സ്വീകരിച്ചില്ല. ഇതിനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണം എന്ന നിർദ്ദേശങ്ങൾ കൂടി ഈ ചർച്ചയിൽ വന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉന്നതതല സമിതി രൂപീകരിക്കാൻ സ്വിറ്റ്സർലൻഡിൽ നടന്ന ആദ്യ റൗണ്ട് ചർച്ചകളിൽ തീരുമാനമായി. വരുന്ന 60 ദിവസങ്ങളിൽ ചർച്ചകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ വേണം എന്നതിൽ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി. ഇതനുസരിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കും. ഈ ഹൈ ലെവൽ കമ്മിറ്റിയുമായി US-ൻ്റെയും ഇറാൻ്റെയും പ്രതിനിധി സംഘം നിരന്തരം ആശയവിനിമയം നടത്തും. ആണവ വിഷയങ്ങളിലടക്കമുള്ള ചർച്ചകൾ വരുന്ന ഘട്ടങ്ങളിലാവും നടക്കുക എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ശരി കാർത്തിക്, ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് ഇസ്രായേലിൽ നിന്നാണ്. അതായത് യുദ്ധത്തിൽ വിജയിച്ചത് ഇറാനാണ് എന്നാണ് 92% ഇസ്രായേലികളും വിശ്വസിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരികയാണ്. നെതന്യാഹുവിനെതിരെ വലിയ ജനവികാരം നിഴലിക്കുന്ന സർവേയാണ് ഇസ്രായേൽ യൂണിവേഴ്സിറ്റി നടത്തിയത്. നെതന്യാഹു യുദ്ധം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് വിശ്വസിക്കുന്നവർ വെറും 26.5% ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ കനത്ത രാഷ്ട്രീയ തിരിച്ചടിയേറ്റത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചാമിൻ നെതന്യാഹുവിനാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം ഈ വർഷം അവസാനം ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിൻ്റെ തുരുപ്പുചീട്ടായിരുന്നു ഈ യുദ്ധം അവസാനിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഒപ്പിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തരത്തിൽ ബാധിക്കുന്ന നെതന്യാഹുവിനെ ആയിരിക്കും എന്ന സംശയമില്ല. ഈ ജെറുസലേമിലെ പ്രശസ്തമായ ഹീബ്രു യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് നെതന്യാഹു സർക്കാരിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്ന് പറയുന്നു. US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറിന് പിന്നാലെ ജൂൺ 17-നും 20-നും ഇടയിലാണ് ഈ നിർണായക സർവേ നടന്നത്. നെതന്യാഹുവിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായ ഇസ്രായേലികളിൽ പോലും 93% പേരും വിശ്വസിക്കുന്നത് ഇറാൻ തന്നെയാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത് എന്നുള്ളതാണ്. ഒപ്പം യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് 80% ജനങ്ങളും വിശ്വസിക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതേസമയം യുദ്ധസാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ ഡൊണാൾഡ് ട്രംപും വൻ പരാജയമായിരുന്നുവെന്ന് ഈ സർവേയുടെ ഭാഗമായുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. മറ്റൊരു വലിയ വാർത്തയിലേക്ക് പോകണം. അത് ബ്രിട്ടനിൽ നിന്നാണ്, UK-യിൽ നിന്നാണ് പുറത്തു വരുന്നത്. പാക് ഗ്രൂമിംഗ് ഗ്യാങ് എന്ന പേരിൽ അവിടെ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. 2.5 ലക്ഷത്തോളം പെൺകുട്ടികളും സ്ത്രീകളും ഇവരുടെ പീഡനത്തിന് ഇരയായി എന്നാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബ്രിട്ടനിൽ അടുത്ത കാലത്തായി, അതായത് വർഷങ്ങളായി തുടരുന്ന ഗ്രൂമിംഗ് ഗ്യാങ് വഴിയുള്ള വൻതോതിലുള്ള ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായ ഒരു സർവേ നടത്തിയത് ബ്രിട്ടീഷ് MP കൂടിയായ റൂപ്പർട്ട് ലോവാണ്. ഈ സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടനിലെ വിവിധ ഭാഗങ്ങളിലായാണ് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പെൺകുട്ടികൾ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് വശീകരിക്കുന്ന സംഘങ്ങളെയാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് വിളിക്കുക. ഇതിൽ ഇരയാക്കപ്പെട്ട ഭൂരിഭാഗം പെൺകുട്ടികളും ബ്രിട്ടീഷ് വംശജരായ വെളുത്ത പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വലിയ ഒരു ഭരണകൂട പരാജയമായി പോലും ബ്രിട്ടനിൽ ഇത് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. 2005-നും 2017-നും ഇടയിലാണ് ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളിൽ ഏതാണ്ട് 264ഓളം ശിക്ഷാവിധികൾ ഉണ്ടായത്. ഈ ശിക്ഷാവിധികളിലെ കുറ്റവാളികളിൽ ഭൂരിഭാഗം ആളുകളും പാകിസ്ഥാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള അതിനിർണായക വിവരങ്ങളും ആ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മുസ്ലിം കലാപവുമൊക്കെ ബന്ധപ്പെട്ട് ഇടപെടലുമൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് UK എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നന്ദന ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. നന്ദന, ഇതിപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ആഭ്യന്തര കലാപത്തിലും മറ്റ് പ്രശ്നങ്ങളിലുമൊക്കെ പെട്ട് അവിടുത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രാജിവെക്കാൻ പോകുന്ന പശ്ചാത്തലം പ്രധാനമാണ്. അതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, ബ്രിട്ടനിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഗ്രൂമിംഗ് ഗ്യാങ് വഴിയുള്ള ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടനിലെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 2,50,000-ഓളം പെൺകുട്ടികൾ ഇത്തരത്തിൽ പീഡനത്തിനിരയായിട്ടുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികളെ വശീകരിച്ച് പീഡനത്തിനിരയാക്കുന്ന സംഘങ്ങളെയാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഇരയാക്കപ്പെട്ടവരിൽ അധികവും ബ്രിട്ടീഷ് വംശജരായ പെൺകുട്ടികളാണ്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണവീഴ്ചയായിട്ടാണ് ഈ സംഭവത്തെ കണക്കാക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം കുറ്റവാളികളും ഒടുവിൽ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്.
11 വയസ്സ് മാത്രം വരുന്ന പെൺകുട്ടികളെ പോലും മദ്യവും മയക്കുമരുന്നും നൽകി വലയിലാക്കിയ ശേഷം ക്രൂരമായ ബലാത്സംഗം, പീഡനം, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവയ്ക്ക് ഇരയാക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ രീതി. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ പ്രതികളുടെ വംശീയ മതപശ്ചാത്തലം കാരണം നടപടിയെടുത്താൽ തങ്ങൾക്ക് നേരെ വംശീയവാദി എന്ന മുദ്ര കുത്തപ്പെടുമോ എന്ന് ഭയന്ന് അധികൃതർ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നതാണ്. ഇപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ടിൽ കടുത്ത നടപടികൾക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന്, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വിദേശ പൗരന്മാരെ ഉടനടി നാട് കടത്തണമെന്നതാണ്. രണ്ടാമതായി, ഇരട്ട പൗരത്വമുള്ള കുറ്റവാളികളുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കി പുറത്താക്കണമെന്നതാണ്. നിലവിലെ റിപ്പോർട്ട് ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക കൊടുങ്കാറ്റ് തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കുറ്റവാളികൾക്കെതിരെയും അടിയന്തരമായി കടുത്ത നടപടി തന്നെ വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി വരികയാണ്. രഞ്ജിത്ത്, നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് ബ്രിട്ടനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ഈ റിപ്പോർട്ട് ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ വലിയ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക് പോകണം. സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള തീരുമാനം മാറ്റമില്ലാ തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പരസ്യയുദ്ധ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ അസീഫ്. പാകിസ്ഥാൻ നേരിടുന്ന രൂക്ഷമായ ആഭ്യന്തര പ്രതിസന്ധികൾക്കും ജലക്ഷാമത്തിനും ഇടയിലാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ കടുത്ത പരാമർശം വന്നിരിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് പാകിസ്ഥാൻ പറയുന്നത് ദേശീയ സുരക്ഷയ്ക്കും ജലസുരക്ഷയ്ക്കും ഭീഷണി എന്ന നിലയിൽ കാര്യങ്ങൾ ഇന്ത്യ നടപ്പിലാക്കിയാൽ ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങും എന്നാണ് ഭീഷണി. അതിൽ യാതൊരു സംശയമില്ല എന്നും ഖ്വാജ അസീഫ് വ്യക്തമാക്കുകയാണ്. ഇന്ത്യ നമുക്കറിയാം അസാധാരണമായ വേഗത്തിൽ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള പിന്മാറ്റം നടത്തിയിരുന്നു. ഡാമുകളടക്കം നിർമ്മിച്ച് ഇന്ത്യയുടെ നേരത്തെയുള്ള കരാറിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സിന്ധു തുടങ്ങിയ നദികളിലെ ജലം നമ്മുടെ പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. 2025 ഏപ്രിൽ പഹൽഗാം ആക്രമണത്തിനെ തുടർന്നാണ് ഇത്തരമൊരു ജലയുദ്ധത്തിലേക്ക് ഇന്ത്യ കടക്കുന്നത്. അത് പാകിസ്ഥാനെ ചില്ലറയൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വലിയ ആഭ്യന്തര പ്രതിസന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നു. കാർഷിക മേഖല തകരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിലൊന്നും ജനങ്ങളോട് വിശദീകരിക്കാൻ ആ സർക്കാരിനാകുന്നില്ല. അതിനിടയിലാണ് ഇന്ത്യക്കെതിരെ ഇത്തരം ഭീഷണി ഉയർത്തുന്നതിലൂടെ തങ്ങൾ എന്തോ കാട്ടാൻ പോകുന്നു എന്നുള്ള തരത്തിൽ വ്യാഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് മാത്രമാണ് ലക്ഷ്യം എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്നത്. കുടിയേറ്റക്കാരുടെ വിശുദ്ധതയെ പ്രശംസിച്ച് ലിയോ മാർപ്പാപ്പ ആദ്യത്തെ അമേരിക്കൻ വിശുദ്ധയായ മദർ കാബ്രിനിയുടെ വടക്കൻ ഇറ്റലിയിലെ ജന്മസ്ഥലം സന്ദർശിച്ച ലിയോ 14 മാർപ്പാപ്പ ദുരിതമനുഭവിക്കുന്ന കുടിയേറ്റക്കാരെ പരിചരിക്കുന്നതിൽ മദർ കാബ്രിനി മാതൃകയാണെന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നമുക്കറിയാം ഈ കുടിയേറ്റക്കാരോട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മാർപ്പാപ്പയുടെ കുടിയേറ്റ അനുകൂല നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ഭരണകൂടം തന്നെയാണ്. അതിനെതിരെ ശക്തമായ ഭാഷയിൽ ലിയോ മാർപ്പാപ്പ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപിനുള്ള ഒരു മറുപടിയായി കൂടി ഈ മദർ കാബ്രിനിയുടെ ജന്മസ്ഥലം സന്ദർശിച്ചത് നോക്കിക്കാണുന്നുണ്ട്. സെയിൻറ്റ് ആഞ്ചലോ ലോജിയാനോയിലാണ് ഈ മദർ കാബ്രിനിയുടെ ജന്മസ്ഥലത്തുള്ള ബസലിക്ക അവിടെ എത്തിയത്. കല്ലറക്കരികിൽ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. കുടിയേറ്റക്കാരുടെ മധ്യസ്ഥയാണ് വിശുദ്ധ കാബ്രിനി എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വളരെ കൃത്യമായി തന്നെ ട്രംപിനുള്ള ഒപ്പം കുടിയേറ്റക്കാർക്ക് ഒപ്പമുള്ള തൻ്റെ നിലപാട് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് മാർപ്പാപ്പ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവേ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അമേരിക്കക്കാരിൽ ഏതാണ്ട് 56% ആളുകളും മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പയുടെ കുടിയേറ്റ നയത്തിനും ഒപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ഇതിൽ ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കേവലം 34% മാത്രമാണ് എന്നതാണ് പ്രത്യേകത. ഇറാൻ സൈന്യം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് പുറപ്പെട്ട 3 ഇന്ത്യൻ കപ്പലുകളിൽ 2 എണ്ണം മറ്റന്നാൾ ഗുജറാത്ത് തീരത്ത് എത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ദേശ് വൈഭവ്, ദേശ് വിഭോർ എന്നീ കപ്പലുകളാണ് ജൂൺ 24 ഗുജറാത്തിലെ വാഡിനാർ സിഖ തുറമുഖങ്ങളിലും ഏറ്റവും ഒടുവിൽ കടലിലേക്ക് പിന്നിട്ട സന്മാർ ഹെറാൾഡ് ജൂലൈ 1 ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തുമെത്തുക. 94 ഇന്ത്യൻ നാവികരുണ്ട് ഈ കപ്പലിൽ. അസംസ്കൃത എണ്ണ കൃത്യമായി തന്നെ ഈ കപ്പലുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വലിയ പ്രതിസന്ധികൾ നേരിട്ടാണ് ഈ കപ്പലുകൾ ഹോർമുസ് കടന്നത്. ഇടയ്ക്ക് US സൈന്യം നിർദ്ദേശിച്ച പ്രകാരം തെക്കൻ പാതയിലൊക്കെ തിരിഞ്ഞുവെങ്കിലും പിന്നീട് ഇറാൻ തീരത്തേക്ക് തന്നെ മടങ്ങുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഒടുവിൽ അതീവ സങ്കീർണമായ സാഹചര്യങ്ങൾ മറികടന്നാണ് ഈ 3 കപ്പലുകളും അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ പ്രവേശിപ്പിച്ചത്. ഈ കപ്പലുകളിലായി ഏതാണ്ട് 8,60,000 ടണ്ണിലധികം അസംസ്കൃത എണ്ണയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ് എന്നതുകൂടി വിലയിരുത്തും. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ BJP ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും
യു പിയിൽ അമ്പേ പരാജയമാണ് ആ വിഷയത്തിൽ BJPക്ക് ഉണ്ടായത്. അയോധ്യ നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും BJP MP സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇതിനിടയിൽ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം BJPയെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ്. യു പി സർക്കാരിൻ്റെ വലിയ തിരിച്ചടിയായി അത് മാറിയിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് SIT കൈമാറിയെന്ന വിവരം പുറത്തുവരുന്നു. അയോധ്യ വിട്ടുപോകരുത് എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾക്ക് SITയുടെ നിർദ്ദേശമുണ്ട്. ഏതാണ്ട് 60 കിലോ വെള്ളിക്കെട്ടുകൾ കാണാനില്ല സംഭാവനയായി കിട്ടിയത് എന്ന് വ്യാപാരികൾ ആക്ഷേപമുന്നയിച്ച പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല ഏതാണ്ട് 1400 കോടി രൂപയുടെ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും സംശയനിഴലിലാണ് രാമക്ഷേത്ര ട്രസ്റ്റ്. വിശ്വാസികൾക്ക് വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഇത് പൊറുക്കാവുന്ന ഒരു തെറ്റല്ല. കാരണം വിശ്വാസികളുടെ വലിയൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ വലിയ തോതിൽ വഞ്ചന സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. യു പി സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? രഞ്ജിത്ത്, അക്ഷരാർത്ഥത്തിൽ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ ആഴവും വലിപ്പവും എത്ര എന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതായത് ചുരുങ്ങിയത് 200 കോടിക്കും 1400 കോടിക്കും ഇടയിലുള്ള വലിയ ഒരു തട്ടിപ്പ്, അതായത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. SITയെ കുഴപ്പിക്കുന്നത് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 2020 ആണ് ആരംഭിച്ചത്. അതിനുശേഷം ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലായി പലരിൽ നിന്നായി, അതായത് ചെറുതും വലുതുമൊക്കെയായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ പല തരത്തിലാണ് സംഭാവനകളായി എത്തിയിട്ടുള്ളത്. അതിലെത്ര കോടിയാണ് തട്ടിച്ചത് എന്നതിൻ്റെ കണക്കുകൾ വ്യക്തമല്ല, രേഖകൾ ഇല്ല എന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്ത് തന്നെയാണ് എങ്കിലും ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഒരു കാരണവശാലും അയോധ്യ വിട്ടു പോകരുത് എന്ന കർശന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഈ SITയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ജ്വല്ലറി അസോസിയേഷൻ അവർ 60 കിലോയുടെ ഒരു വെള്ളിക്കട്ട ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കല്ലിടിയിൽ ചടങ്ങിന് വേണ്ടി നൽകിയതാണ്. ഈ ക്ഷേത്ര ട്രസ്റ്റ് ഈ വെള്ളിക്കട്ട നൽകിയതുമായി ബന്ധപ്പെട്ട് രസീത് ഈ അസോസിയേഷന് നൽകിയിട്ടുണ്ടെങ്കിലും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ രേഖകളിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു വെള്ളിക്കട്ട നൽകിയതോ അല്ലെങ്കിൽ ഈ സംഭാവന സ്വീകരിച്ചോ എന്നോ ഡോക്യുമെൻ്റ് ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഷ്ടദ്രവ്യങ്ങൾ പതിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കല്ലുകൾ, ഇഷ്ടികകൾ 1250 ഇഷ്ടികകൾ കാണാതായിട്ടുണ്ട് എന്നതാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ അത് കോടിക്കണക്കിന് രൂപ വില വരുന്നവയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ക്ഷേത്രം ട്രസ്റ്റ് വാങ്ങിയിട്ടുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടത്ത് തന്നെ ഏതാണ്ട് 67 ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം ട്രസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഈ ഭൂമിയുടെ വില പല ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കാണിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ തന്നെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കേവലം 2 കോടി രൂപയ്ക്ക് വാങ്ങിച്ച ഭൂമി തൊട്ടടുത്ത ദിവസം ക്ഷേത്രം ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത് 18 കോടി രൂപയ്ക്കാണ് എന്നതാണ്. അതായത് ഒരു ദിവസം കൊണ്ട് മാത്രം 1 ഏക്കർ ഭൂമിയുടെ വില 2 കോടിയിൽ നിന്ന് 18 കോടിയിലേക്ക് ഉയർന്നു എന്നതാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ, അതായത് ഈ ഭൂമി വാങ്ങിയ ഭൂമി വിറ്റ ഈ മാഫിയകളുമായി ധാരണയിലേക്ക് എത്തി അങ്ങനെ തുക അടിച്ചു മാറ്റിയിട്ടുണ്ട്. കമ്മീഷൻ പോലെ തുക അടിച്ചു മാറ്റുകയും അങ്ങനെ ഭൂ ഉടമകൾക്ക് വളരെ ചെറിയ ഒരു തുകയായിരിക്കണം നൽകിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് അടക്കം ഇത്തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമി ട്രസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വാങ്ങി എന്നതാണ് രേഖകളിൽ കാണിക്കുന്നത്. ഒപ്പം വെള്ളി മാത്രമല്ല, സ്വർണവും രത്നവും ഉൾപ്പെടെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിരവധി വിശ്വാസികൾ ആണ് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള പണവും ഇതര വസ്തുക്കളുമൊക്കെയായി സംഭാവന നൽകിയിട്ടുള്ളത്. ഈ സംഭാവനകളുടെ വലിപ്പം സംബന്ധിച്ചാണ് ഇപ്പോൾ SITക്ക് പോലും അവ്യക്തത തുടരുന്നത്. കാരണം പലതിനും രേഖകളില്ല എന്നതും അതോടൊപ്പം തന്നെ CCTV പോലെയുള്ള ദൃശ്യങ്ങളില്ല എന്നതും ഏത് വഴിയാണ് ഈ സംഭാവനകൾ എത്തിയത് എന്നതിനൊക്കെ ഒരു രേഖകളും ഈ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പക്കലില്ല. വളരെ ചെറിയ ഒരു തുകയുടെ രേഖകൾ മാത്രമാണ് ഇപ്പോഴും ട്രസ്റ്റിൻ്റെ പക്കൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള
തിരിച്ചടി BJP ക്ക് വിഷയത്തിലുണ്ടാകുന്നു. ഇത് വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ്. വിശ്വാസികളെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് UP-യിൽ. ഇത് വലിയൊരു വിഷയമായി പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്. തമിഴ്നാട്ടിലെ അസാധാരണമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കാണ് ഇനി. വിജയനെ തടുക്കണം. കാരണം TVK അവിടെ അധികാരത്തിൽ വന്നു അപ്രതീക്ഷിതമായി. ദ്രാവിഡ പാർട്ടികൾ അമ്പയെ തകർന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇപ്പോൾ DMK-യും AIDMK-യും ഒന്നിക്കാൻ ചില നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയ് ചെലുത്തിയ സ്വാധീനം, അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് ചെലുത്തിയ ഒരു സ്വാധീനം തടയാൻ AIDMK-യുമായി സഖ്യമുണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്ന സൂചന DMK നൽകുകയാണ്. ഇരു പാർട്ടികളും ഒരേ ദ്രാവിഡ പ്രത്യയശാസ്ത്രം പങ്കിടുന്നവരാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. ഒപ്പം DMK വിട്ടുപോയവരാണ് AIDMK-യിൽ ഉള്ളതെന്നും DMK സംഘടനാ സെക്രട്ടറി RS ഭാരതി ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ CPM-ഉം CPI-യും പിളർപ്പിന് ശേഷം മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കാനുള്ള നീക്കമാണ് ആലോചനയിൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ഏറ്റവും പ്രധാനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉടൻ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു ചർച്ചകൾ നടക്കുന്നില്ല എന്ന് DMK-യുടെ സെക്രട്ടറി ഭാരതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ വിജയിനെ തടയാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പോരാടിയാൽ സാധിക്കില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി ദ്രാവിഡ പാർട്ടികൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല വൈക്കോട് നേതൃത്വത്തിലുള്ള MDMK സഖ്യം MDMK ഇപ്പോൾ സഖ്യം വിടുമെന്ന സൂചന അടക്കം പുറത്തു വരുന്നുണ്ട്. വിജയ് സർക്കാരിൻ്റെ ജനപ്രീതി, രാഷ്ട്രീയ മുന്നേറ്റമൊക്കെ ഈ പരമ്പരാഗത ദ്രാവിഡ കക്ഷികളെ ഒരുമിപ്പിച്ച് നിൽക്കാൻ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കർണാടകയിൽ കൂറുമാറ്റക്കാരെ കണ്ടെത്താൻ MLC തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 11ഓളം NDA-യിലുള്ള MLA-മാരാണ് കൂറുമാറി വോട്ട് ചെയ്തത്. അപ്പോൾ ഈ കൂറുമാറി വോട്ട് ചെയ്തതിൽ ആരാണ്, രഹസ്യ വോട്ടെടുപ്പായിരുന്നു, ആരാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു പുതിയ തന്ത്രം മെനയുകയാണ് BJP. വ്യത്യസ്തമായ ഒരു മാർഗമാണ്, മറ്റൊന്നുമല്ല, ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൽ വെച്ച് MLA-മാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ BJP-യുടെ നീക്കം. ഇതിനായി ധർമ്മസ്ഥലയിൽ നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. പാർട്ടിക്കാണോ വോട്ട് ചെയ്തതെന്ന് MLA-മാർ ക്ഷേത്രത്തിൽ വെച്ച് ഏറ്റുപറയണം. കൂറുമാറിയവർ ആരാണെന്ന കാര്യം വെളിപ്പെടുമെന്നാണ് നേതൃത്വം കരുതുന്നത്. ഈ കഴിഞ്ഞ 18-ാം തീയതി നടന്ന MLC തെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്നും JDS-ൽ നിന്നും ചോർന്ന 11 വോട്ടുകൾ കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇത് BJP സംസ്ഥാന നേതൃത്വത്തിന് വലിയ നാണക്കേടും തിരിച്ചടിയുമായി, അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവരിൽ 6-7 പേർ വോട്ട് പോയത് BJP MLA-മാരുടെ ഭാഗത്തു നിന്നാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇതിൽ നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരൊക്കെയാണ് ഈ കൂറുമാറുന്നത് എന്ന് കണ്ടെത്താനാവാത്ത പശ്ചാത്തലത്തിലാണ് സത്യം ചെയ്യിക്കലും മറ്റുമായി പാർട്ടി മാറുന്നത്. ഇതിന് മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ ഈ കള്ളന്മാരെ കണ്ടെത്തുക, കൂറുമാറിയവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത്. ഏറ്റവും ഒടുവിൽ ശിവസേന ഉദ്ധവ് പക്ഷത്തിന്റെ പിളർപ്പ് പൂർത്തിയായി എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നായി വിമത MP-മാരായ 6 പേർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു, പക്ഷേ പ്രഖ്യാപനമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഇവരിപ്പോൾ സ്പീക്കർക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. തങ്ങൾ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് 9 MP-മാരാണ് ഉദ്ധവ് പക്ഷത്തിലുള്ളത്. അതിൽ 6 പേർ കൂറുമാറുമ്പോൾ സ്വാഭാവികമായും കൂറുമാറ്റ നിരോധന നിയമമൊന്നും ഇവർക്ക് ബാധിക്കില്ല. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി എന്ന് BJP മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രഖ്യാപിച്ചതും ഇതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ലോക്സഭയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടിയായി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന മാറുന്നു എന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ MP-മാരിൽ പലരും പറയുന്നത് തങ്ങൾ പാർട്ടി വിടുകയല്ല, യഥാർത്ഥ ശിവസേനയിലേക്ക് തങ്ങൾ മടങ്ങുകയാണ് എന്നാണ്. ഏതായാലും വലിയ തിരിച്ചടി, മുഖം നഷ്ടപ്പെട്ട പാർട്ടിയായി ഉദ്ധവിൻ്റെ ശിവസേന മാറുന്ന പശ്ചാത്തലം കൂടി ഏറെ നിർണായകമായ ഒന്നാണ്. അത് പാർട്ടിക്കുണ്ടാക്കുന്ന തിരിച്ചടികൾ ചെറുതല്ല. അങ്ങനെ ഷിൻഡെ പക്ഷത്തിലൂടെ NDA-യുടെ ഭാഗമാവുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ MLA-മാർ ശിവസേന ഉദ്ധവ് പക്ഷത്തിൻ്റെ BJP-യുമായി ചർച്ച നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അസാധാരണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ ശിവസേന മാറുകയാണ്. മറ്റൊരു വാർത്ത, വിഘ്നേഷ് നയൻതാര ബന്ധത്തിൽ പുതിയ ചില ചിത്രങ്ങൾ വൈറലാവുകയാണ്. ഉയിരിനും ഉലകും 2 കുട്ടികളാണ്. വാടക ഗർഭധാരണത്തിലൂടെ നയൻതാരയ്ക്കും വിഘ്നേഷിനുമുണ്ടായ കുട്ടികളാണ്. ഇവരുമായി ഫാദേഴ്സ് ഡേയിൽ കളിക്കുന്ന വിഘ്നേഷിൻ്റെ ചിത്രങ്ങളാണ് നയൻതാര ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്.
ഏറെ ആരാധകരുള്ള താരദമ്പതിമാരാണ് നമുക്കറിയാം നയൻതാരയും വിഘ്നേഷ് ശിവനും. വിശേഷങ്ങളെല്ലാം ഇരുവരും സമൂഹമാധ്യമങ്ങളുടെ പങ്കുവെക്കാറുണ്ട്. ഇന്നലത്തെ ഫാദേഴ്സ് ഡേയിൽ വിഘ്നേഷ് ശിവന് ഹൃദയസ്പർശിയ ആശംസകൾ നേരുകയായിരുന്നു നയൻതാര. ഇരട്ടക്കുട്ടികളായ ഉയരനും ഉലുകിനും ഒപ്പം ഉള്ള ചിത്രങ്ങൾ, വിഘ്നേഷിന്റെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചത്. ആൺമക്കളെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു കവിതയാണ്. ഏറ്റവും നല്ല അച്ഛന് പിതൃദിനാശംസകൾ എന്നാണ് വിഘ്നേഷിന്റെ ആശംസ നേർന്നുകൊണ്ട് നയൻതാര കുറിച്ചിരിക്കുന്നത്. നിരവധി ആരാധകരും സിനിമാ സുഹൃത്തുക്കളുമൊക്കെ താഴെ ഒരുപാട് കമന്റുകൾ ഇട്ട് കഴിഞ്ഞു. നിരവധി ആശംസകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഫിഫ ലോകകപ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഒന്നിക്കാമെന്ന മുദ്രാവാക്യമുയർത്തി ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. AIYF കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം. യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തി കായിക രംഗത്തേക്ക് കൊണ്ടുവരാനാണ് പ്രദർശന മത്സരം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. മത്സരം ഗോകുലം FC ക്യാപ്റ്റൻ ബിപിൻ ബോബൻ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ സെക്രട്ടറി KR റനീഷ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ഇടവേള. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ദുരൂഹമരണത്തിന് ചുരുളഴിക്കുമോ? 2020-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോ സക്കറിയുടെ മൃതദേഹമാണ് രണ്ടാമത്തേതെന്ന് സംശയം ഉന്നയിച്ചിരിക്കുന്നത് സിജോയുടെ കുടുംബം തന്നെയാണ്. ഈ വിഷയത്തിൽ പള്ളി വികാരിയും നാട്ടുകാരും സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്ന പോലീസും സംശയനിഴലിലാണ്. ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഈ വിഷയത്തിൽ ഒരു ഇടപെടലിന് പോലീസ് ഇപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എന്താണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്? നിലവിൽ ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെ ഈ ഒരു വസ്തു തുറന്ന് പരിശോധിക്കാനുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പള്ളിയും അതുപോലെ തന്നെ ഇടവക അംഗങ്ങളും പള്ളി കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ ഇത് തുറന്ന് പരിശോധിച്ച് ഇതിലൊരു വ്യക്തത വരുത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരം നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ 38-ാം കല്ലറയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ ഈ ഇടവകയിൽ വിവാഹം കഴിച്ച സിജോ സ്കറിയെ കാണാനില്ല. ഇദ്ദേഹത്തിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച് ഈ ഒരു സംശയമുണ്ട്. ഈ രണ്ടാമതായി പോലീസ് എന്തായാലും രണ്ടും മൃതദേഹങ്ങളാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. രണ്ടും മൃതദേഹം. പക്ഷെ അത് 2006-ലെയും 2015 എന്നാണ് പറയുന്നത്. ആ 2006-ൽ 20 വർഷത്തോളം പഴക്കത്തിൽ ഉള്ള ഒരു മൃതദേഹം ഇത്തരത്തിൽ കിടക്കാൻ സാധ്യതയില്ല എന്നാണ് ഈ ഫാദർ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ മൃതദേഹം അത് കൃത്യമായി തുറന്ന് അത് മൃതദേഹമാണോ അല്ലയോ എന്ന് ആദ്യം പരിശോധിക്കണം. പിന്നീട് അത് മൃതദേഹമാണെങ്കിൽ അതിന് DNA പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സിജോ സ്കറിയുടെ കുടുംബം എത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നത് വളരെ പ്രധാനമാണ്. ഇനി പോലീസ് ഇത് തുറന്ന് പരിശോധിച്ച് ഇതിനൊരു വ്യക്തത വരുത്തി, അതായത് ഒരു ദുരൂഹത അകറ്റണം എന്ന ആവശ്യമാണ് പൊതുവെ വരുന്നത്. അതോടൊപ്പം ഇത് മൃതദേഹമാണെങ്കിൽ ഈ സിജോ സ്കറിയുമായി ബന്ധപ്പെട്ട് ദുരൂഹമായി കാണാതായ ആ സ്ഥിരോധാനവുമായി ബന്ധപ്പെട്ട ചുരുളഴിയുമോ? അത് രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്തരം ഒരു ചോദ്യം വരുന്നു. ഏതായാലും പോലീസ് എന്തുകൊണ്ടാണ് ഇതിൽ ഒരു താമസം ഉണ്ടാക്കുന്നതെന്ന ഒരു സംശയം ഉയരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു കേസായി ഇത് മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇതിലൊരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ബൈജു. ഇനിയിപ്പോ ഫുട്ബോൾ വിശേഷങ്ങളുമായി എൽദോ പോൾ ചെയ്തു.